4.6 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് വരുന്ന ഒരു കിഡിലൻ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വില്ലയിലേക്ക് കയറി വരുമ്പോൾ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് കാണാം. നമുക്ക് 2 വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായാണ് അവർ കോട്ടയാടെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ട, നമുക്കൊരു വാക്ക് വേ വരുന്നുണ്ട്. ഈ വാക്ക് വേയിലൂടെ നമുക്ക് വീടിന്റെ സൈഡിലേക്കും പോവാം. അത് തന്നെ നമുക്കൊരു ലിവിങ് ഏരിയയുടെ സൈഡാണ് ഈ കാണുന്നത്. അത് നമുക്ക് അകത്തുനിന്ന് കാണിച്ചു തരാം. പിന്നെ ഈ സൈഡിൽ പെബിൾസ് ഒക്കെ ഇട്ട് വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കുടിവെള്ളത്തിനായുള്ള കിണറിന്റെ സ്ഥാനം വരുന്നത്. നല്ല അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറാം. നമ്മുടെ വീടിന്റെ എൻട്രി ഫേസ് ചെയ്തിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. കയറി വരുമ്പോൾ തന്നെ വിശാലമായൊരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നു. അതും ഡബിൾ ഹൈറ്റിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി വെറൈറ്റി മോഡൽ ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായ ഡബിൾ ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിങ് ഏരിയയുടെ ഈ സൈഡിലായിട്ട് നമുക്കൊരു കോർട്ട്യാർഡ് സ്റ്റൈൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്കൊരു വൈകുന്നേരങ്ങളിലൊക്കെ 2 ചെറിയ ടേബിളൊക്കെ ഇട്ട് ഒരു ചെറിയ കസേരയൊക്കെ ഇട്ട് നമുക്ക് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയ കിഡിലൻ സ്പോട്ടാണ്. നമ്മുടെ ലിവിങ് ഏരിയയോട് ചേർന്ന് വരുന്ന ഈ ഒരു കോർട്ട്യാർഡ് സ്റ്റൈൽ സെറ്റപ്പിൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടനും വരുന്നുണ്ട്. ചെയറിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റീൽ ട്യൂബ്സ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന വുഡൻ പാനലിങ്ങോടുകൂടി വരുന്ന സ്റ്റെയർസ് ആണ് നമുക്കിവിടെ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിനായിട്ട് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പെബിൾസ് എല്ലാം കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ഹൈറ്റിൽ മുകളിൽ ചെറിയൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റിന്റെ ഏരിയ വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നേരെ ഇവിടെ TV വെച്ചിട്ട് TV ഒരു മൊബൈൽ സ്റ്റാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വ്യൂ ആയിരിക്കും നമുക്ക് TVക്ക് കിട്ടുക. അടുത്ത് വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടൊരു ക്രോക്കറി ഷെൽഫ് നമുക്ക് കാണാം. നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ബേസിൻ്റെ യൂണിറ്റ് വരുന്നത് നമുക്ക് ഇവിടെയാണ്. അതായത് ശരിക്കും ഒരു റിസോർട്ടിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ വീണ്ടും ചെടികളെല്ലാം കൊടുത്ത് വളരെ ഡെക്കറേറ്റ് ചെയ്ത് ഇവിടുത്തെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. നമുക്ക് ഇവിടെയും ഈ ഒരു പോർഷനും കവേർഡായിട്ടാണ് വരിക. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ്റെ യൂണിറ്റ് വരാം. ഇവിടെ കവേർഡ് ആയിരിക്കും. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ കിച്ചണാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ്. അപ്പോൾ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഹൈലൈൻ കിച്ചൺ സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡ്സ് എല്ലാം മൾട്ടിവുഡിൽ കൊടുത്ത് നല്ല മനോഹരമായ ഒരു കളർ കോമ്പിനേഷനിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും നമ്മുടെ സ്റ്റൗവിൻ്റെ ലൊക്കേഷൻ വരിക. ഇവിടെയായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ചിമ്മിനി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ആ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്ന് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നിന്നിട്ട് നമുക്ക് പാചകം ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഐറ്റംസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ട, ഇത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലേക്ക് അടിക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇത് ഗ്ലാസ് ഒക്കെ വാഷ് ചെയ്യാനുള്ളൊരു പോർഷനാണ്. ഇവിടെ നമുക്ക് സോപ്പ് ഫില്ല് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇതണ്ട, വിശാലമായൊരു വർക്ക് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർഷൻ നമുക്കിനി കവേർഡായിട്ട് വരും കേട്ടോ. ഇവിടുത്തെ വർക്കുകൾ ഏകദേശം 90% ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. ഇത് നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. വർക്ക് ഏരിയ പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് ഇവിടെ വീണ്ടും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വില്ലയിൽ ടോട്ടൽ വരുന്നത് 3 ബെഡ്റൂമുകളാണ്. അതിൽ മാസ്റ്റർ ബെഡ്റൂം നമുക്ക് താഴെ വരുന്നുണ്ട്. 2 റൂമുകൾ നമുക്ക് മുകളിലത്തെ നിലയിലാണ് വരുന്നത്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എല്ലാവിധ വർക്കുകളും ഫിനിഷ്ഡാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കബോർഡ് വർക്ക്സ് നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എന്താ, എല്ലാം മൾട്ടിവുഡ് നല്ല ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ് നോക്കിയ ബെഡിനുള്ള ഫർണിഷിങ് വേറെ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി ജസ്റ്റ് ബെഡ് മാത്രം കൊണ്ടുവന്നിട്ടാൽ നമുക്കിവിടെ താമസിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇത് വെറ്റ് ഏരിയ, ഇത് ഡ്രൈ ഏരിയ. നമ്മൾ റിസോർട്ടിലേക്ക് കാണുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് കിടക്കാം. മുകളിലത്തെ നിലയിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് ഹാൻഡ് റെയിൽസ്, സ്റ്റെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റെയർ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനിൽ തന്നെയാണ്. അതുതന്നെ നമുക്ക് ഹാൻഡ് റെയിൽസ് വരുന്നത് നടുക്കിൽ ഗ്ലാസ് കൊടുത്തിട്ട് വുഡിൻ്റെയാണ് നമുക്ക് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്.
ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഒരു ചെറിയ ബെഡ്റൂമാണ്. ഈ സൈഡിലായിട്ട് കബോർഡ് വർക്കുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം കേട്ടോ. നമ്മൾ നേരത്തെ താഴത്ത് കണ്ട ആ ഒരു പോർഷനാണ്, ആ ചെടിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പോർഷനാണ്. അതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന മനോഹരമായ ഒരു ഷാൻഡർ ലൈറ്റ്, നല്ലൊരു വെറൈറ്റി ഡിസൈനിലുള്ള ഷാൻഡർ ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം. നമ്മുടെ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസാണ്. കട്ടിലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇനി നമുക്കൊരു സെപ്പറേറ്റ് യൂട്ടിലിറ്റി റൂം ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കൊണ്ടുപോയി ഡ്രൈ ചെയ്യാനും എല്ലാമുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ കസ്റ്റമറുടെ ഐഡിയ അനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിൽ യൂട്ടിലിറ്റി റൂമായിട്ടോ അല്ലെങ്കിൽ ഇനി ഇത് ഒരു ബെഡ്റൂമായിട്ട് മാറ്റണമെങ്കിൽ പോലും കഴിയും. ഇതാണ് നമ്മുടെ വീടിൻ്റെ മനോഹരമായ ബാൽക്കണി വരുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എത്ര ക്ലാസ് ആണെന്നുള്ളത് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അല്ല, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി നല്ല പ്രീമിയം കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വില്ലയുടെ ഉള്ളിലൂടെ കൊടുത്തിരിക്കുന്ന റോഡിൻ്റെ വീതി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 2 കാറുകൾ അനായാസം പാസ് ചെയ്യാവുന്ന രീതിയിലുള്ള വീതിയുള്ള വഴികളാണ് നമ്മുടെ വില്ലകളുടെ ഉള്ളിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4.6 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് വരുന്ന ഈ ഒരു വില്ലയ്ക്ക് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില 1.1 CR ആണ്. അതായത് 1,10,00,000 രൂപ. ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻസ് പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മരം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തേക്ക് കഴിഞ്ഞാൽ പിന്നെ മഹാഗണിയും ആഞ്ഞിലിയും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിൻഡ്വെയറിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ ഫുള്ള് L&T ബ്രാൻഡിന്റെ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വയർ വീഗാർഡ് എന്ന ബ്രാൻഡിന്റെയാണ്. അതുപോലെ തന്നെ ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സോഫ ഫർണിഷിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ബ്ലൈൻഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു വില്ലയിൽ അങ്ങനെ ബ്ലൈൻഡ്സ് കൊടുത്തത് ഞാൻ കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇനി നമ്മുടെ ഈ വില്ലയിൽ നിന്ന് മെയിൻ സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസുകൾ നോക്കുകയാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 1 കിലോമീറ്ററും സീപോർട്ട് റോഡിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. HMT ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വില്ല ഇരിക്കുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കരിപ്പാശ്ശേരി മുകൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പോൾ ഈ ഒരു വില്ലയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇത് വിസിറ്റ് ചെയ്യാനും താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ DM ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വീഡിയോകളുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താങ്ക് യു.